ഹലോ ലിയ, എന്തായി സ്ഥലം കണ്ട? അണ്ട് ഇഷ്ടപ്പെട്ടാ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് കാര്യം ചെയ്യില്ല, ടോക്കൺ കൊടുത്തോ. ഞാൻ കണ്ടതാണല്ല, ഇനി വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നീ ടോക്കൺ കൊടുത്തോ. അവരോട് പറഞ്ഞേക്ക് ഒരു മാസത്തിനുള്ളിൽ എല്ലാം സെറ്റ് ആക്കാന്ന് പറഞ്ഞേക്കട്ടാ. ശരി ശരി ശരി. ഞാൻ വൈകുന്നേരം വരാം. ഓക്കെ ഓക്കെ. ശരി ലിയ. ഏത് സ്ഥലത്തുണ്ടായിരുന്നു പറഞ്ഞത്? അതേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലം കണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോ അവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അളിയനെ വിളിച്ച് പറഞ്ഞിരുന്നേ ഒന്ന് നോക്കാനായിട്ട്. അപ്പൊ അളിയനും കണ്ട് അളിയനും ഇഷ്ടപ്പെട്ട്. അപ്പൊ അതിന് ടോക്കൺ കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. അല്ലേട്ടോ, അപ്പൊ സ്ഥലമൊക്കെ കാണണ്ടേ? എന്ത് കാണാൻ? ഞാനും കണ്ട് അളിയനും കണ്ട്. അളിയനെ ഇഷ്ടപ്പെടുകയും ചെയ്ത്. ഇനി കാണുന്നും വേണ്ട. ഹേട്ടായി, എന്താണ്? അല്ലേട്ടായി, ഇന്നലെ എനിക്ക് വണ്ടി മേടിക്കാൻ പോകുന്ന പറഞ്ഞത്. എപ്പോഴാണ് പോണത്? സമയം പറയുമെങ്കിൽ ഞാൻ യാത്ര ഇട്ടിക്കായിരുന്നു. അതാ, അത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഉണ്ടാവൂലേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പുറത്തു പോകാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അച്ഛൻ്റെ പൈസയും കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും കൂടി പോയിട്ട് ഏതാന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുത്തുകൊണ്ട് വന്നോളൂ. ഏട്ടാ, എന്നാ ശരി. ചേട്ടനെ വിളിക്കണം. അതല്ല, മറ്റന്നാളല്ലേ എന്റെ ഇളയമ്മയുടെ മക്കളുടെ കല്യാണം. അപ്പൊ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ? ശരിയാണല്ല, മറ്റന്നാളല്ല കല്യാണം. ഞാൻ ആ കാര്യം മറന്നുപോയി. എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം. അതിൽ മോശമല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാനേ അമ്മനോടൊന്ന് ചോദിക്കട്ടെ എന്ത് മേടിച്ചു കൊടുക്കണമെന്ന്. എന്നിട്ട് അത് മേടിക്കാം. ഏട്ടാ, നീ റൂമിൽ തന്നെ ഇരിക്കണ. ഞാനേ അമ്മനോട് ചോദിച്ചു എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞേ സാരി മേടിച്ചു കൊടുത്താൽ മതിയെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും വൈകുന്നേരം പുറത്തു പോകുന്നുണ്ട്. പുറത്തു വരുമ്പേ നല്ലൊരു സാരി മേടിച്ചോണ്ടിരാ. അതുപോലെ എന്താണ് മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടൊരു സന്തോഷമില്ല മുഖത്ത്. ഞാൻ എങ്ങനെ സന്തോഷിക്കണം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഏട്ടായി വിചാരിക്കരുത്. എന്താണ് നീ ചോദിക്ക്. ഞാൻ ഈ വീട്ടിലെ ആരാണ്? ഞാൻ വേലക്കാരത്തെയാണ് ഈ വീട്ടില. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ ഒരു വേലക്കാരത്തെയാണ് ഞാൻ ഈ വീട്ടില്. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നീ എന്റെ ഭാര്യയിലെന്ന് ഇവിടെ ആരാണ് പറഞ്ഞത്? ഇവിടെ ആരും അങ്ങനെ പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഏട്ടായുടെ പെരുമാറ്റത്തില് എനിക്ക് അങ്ങനെ തോന്നി. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളെ എന്റെ എന്തെങ്കിലും അഭിപ്രായങ്ങളാ, എന്റെ ഇഷ്ടങ്ങളാ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാ? എന്നാള് സ്ഥലം മേടിക്കാൻ പോയപ്പോഴും എന്നോട് ഒരു വാക്ക് ചോദിച്ചാ, എന്നെ കൊണ്ടൊന്ന് കാണിച്ചെന്നാ? അതില്ല. എന്തിന്? എനിക്കെന്ന് പറഞ്ഞതും ഒരു വണ്ടി മേടിച്ച്. എന്റെ ഇഷ്ടത്തിനാണ് ആ വണ്ടി മേടിച്ചത്. അച്ഛന്റെ അമ്മയുടെ ഇഷ്ടത്തിന് പോയി അവരൊരു വണ്ടി മേടിച്ച്. അവിടെ എന്നോട് ചോദിച്ചില്ല. ഏട്ടായി ഒരു കാര്യം മനസ്സിലാക്ക്, ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയ ഒരു പെണ്ണാണ്. എനിക്ക് എന്റെ ഭർത്താവിൽ നിന്ന് ഒരു പരിഗണന കിട്ടിയാലേ ഈ വീട്ടിലെ ബാക്കിയുള്ളവർ എന്നെ പരിഗണിക്കുള്ളൂ. അല്ലെങ്കിലല്ലേ ഞാൻ എന്നും ഈ വീട്ടിലൊരു വേലക്കാരി ആയിരിക്കും.